സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ശശി തരൂർ എംപിയുടെ PA ശിവകുമാർ പ്രസാദിനെതിരെ അന്വേഷണം കടുപ്പിച്ച കസ്റ്റംസ് 35 ലക്ഷം വില വരുന്ന സ്വർണവുമായി ദില്ലി വിമാനത്താവളത്തിൽ വെച്ചാണ് കസ്റ്റംസ് ശിവകുമാറിനെയും കൂട്ടാളിയെയും പിടികൂടിയത്. എംപിമാരുടെ സ്റ്റാഫിന് നൽകുന്ന പ്രത്യേക വിമാനത്താവള പ്രവേശന പാസ് ഉപയോഗിച്ചാണ് ശിവകുമാർ സ്വർണം കടത്താൻ ശ്രമിച്ചത്. ഇയാളെ കസ്റ്റംസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകും. അസിത പ്രമുഖ കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂരിന്റെ PA ശിവകുമാർ പ്രസാദ് ഉൾപ്പെടെ 2 പേരെയാണ് കഴിഞ്ഞ ദിവസം ദില്ലി വിമാനത്താവളത്തിൽ നിന്നും സ്വർണം കടത്തിയതിന്റെ പേരിൽ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവരുടെ പക്കൽ നിന്നും അര തൂക്കം വരുന്ന സ്വർണമാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയിട്ടുള്ളത്. മാത്രമല്ല അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഇന്നലെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇദ്ദേഹം വിമാനത്താവളത്തിൽ പ്രവേശിച്ചിട്ടുള്ളത് എംപിമാർക്ക് നൽകുന്ന അല്ലെങ്കിൽ എംപിമാർക്ക് മാത്രം നൽകുന്ന പ്രത്യേക പാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ കുറ്റകൃത്യം നടത്തിയത് അല്ലെങ്കിൽ ഈ സ്വർണം കടത്തുന്നതിൽ പങ്കാളിയായിട്ടുള്ളത് എന്ന വിവരമാണ് ഇപ്പോൾ കസ്റ്റംസ് അധികൃതർ പുറത്തുവിടുന്നത്. മാത്രമല്ല ഇങ്ങനെ അദ്ദേഹം പാസ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ മുൻപൊരിക്കലെങ്കിലും അല്ലെങ്കിൽ മുൻപും ഇദ്ദേഹം ഈ പാസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ കസ്റ്റംസ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും പിടിയിലായതിനു ശേഷം വലിയ തരത്തിലുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയായിരുന്നു. അതിനൊടുവിലാണ് ഇന്ന് അദ്ദേഹത്തെ വിട്ടയച്ചിട്ടുള്ളത്. എന്നാൽ ആവശ്യമെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്ന നിർദ്ദേശമടക്കം ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ തരത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. പ്രത്യേകിച്ചും സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട LDF സർക്കാരിനെ വളരെയധികം പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. പ്രത്യേകിച്ചും പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ് ശശി തരൂർ. നയതന്ത്രപരമായൊക്കെ ഒരുപാട് ബന്ധമുള്ള അദ്ദേഹത്തിന്റെ PA തന്നെ ഇത്തരം ഒരു വിഷയത്തിൽ ഇടപെട്ടത് വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ശശി തരൂരിന്റെ പ്രതികരണം വരുമ്പോൾ ഇദ്ദേഹം താൽക്കാലിക ജീവനക്കാരനാണ് എന്നതടക്കമുള്ള ന്യായീകരണവുമായിട്ടാണ് ശശി തരൂർ രംഗത്ത് വന്നിട്ടുള്ളത്. അതേസമയം എന്ത് നിയമ നടപടി വന്നു കഴിഞ്ഞാലും അതിനെല്ലാം സ്വാഗതം ചെയ്യുന്നുവെന്നും അതിനെയൊക്കെ നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അസിത, സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകിയത്.